മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോളിവുഡിന് ഇതെന്തു പറ്റിയെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ സന്തോഷം കൊണ്ട് ചോദിക്കുന്നത്. വിഷു റിലീസായി പുറത്തിറങ്ങിയ 3 സിനിമകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതോടെ ഏത് സിനിമ ആദ്യം കാണണമെന്ന കൺഫ്യൂഷനിലായി പ്രേക്ഷകർ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഫഹദ് ഫാസിലിൻ്റെ ആവേശം, ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേഷ് എന്നീ 3 ചിത്രങ്ങൾക്കും നല്ല അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. നല്ലൊരു വിനീത് ശ്രീനിവാസൻ സിനിമ കാണണമെന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം ആദ്യം കാണാം. പക്ക ഫീൽ ഗുഡ് ഫാമിലി മൂവി. നിവിനും അജുവും ഷാനും ബേസിലുമൊക്കെ നിങ്ങളെ ചിരിപ്പിക്കും. നിവിൻ പോളിയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. 2 മണിക്കൂറും 46 മിനിറ്റും എല്ലാം മറന്ന് ആസ്വദിക്കാവുന്ന സിനിമയാണ് വർഷങ്ങൾക്കു ശേഷം. ഉണ്ണി മുകുന്ദൻ്റെ മികച്ച ത്രില്ലറാണ് ജയ് ഗണേഷ്. ആദ്യ പകുതിക്ക് ശേഷം പ്രേക്ഷകർക്ക് ഗംഭീര ത്രില്ലിംഗ് അനുഭവം സമ്മാനിക്കുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാനുള്ള ജിജ്ഞാസ കാഴ്ചക്കാർക്കുള്ളിൽ നിറയ്ക്കും. ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആദ്യം ജയ് ഗണേഷ് കാണാം. രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ജിത്തു മാധവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം. ഫഹദ് ഫാസിൽ, മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആവേശം തിയേറ്ററുകളിൽ കത്തിക്കയറുമെന്നുറപ്പ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നീ ബാനറിൽ അൻവർ റഷീദ്, നസ്രിയ നസീം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്റർടൈനർ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും ടിക്കറ്റ് എടുത്തു കയറാം. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. കോളേജ് പിള്ളേരുടെയും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥയാണ് സിനിമ പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രംഗൻ എന്ന ഫഹദ് കഥാപാത്രം തിയേറ്ററുകളിൽ ആവേശമായി മാറിക്കഴിഞ്ഞു.